സംസ്ഥാനത്ത് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്ന് പണിമുടക്കുകയാണ്. ശമ്പള പരിഷ്കരണം, DA കുടിശ്ശിക, പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. വിവിധ ആവശ്യങ്ങളുമായി സർക്കാർ ഓഫീസിലെത്തുന്ന സാധാരണക്കാർ ഇന്ന് വലയും. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് റിപ്പോർട്ടർമാരൊക്കെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയയും പ്രശാന്തും ഇംതിയാസും ഒക്കെ ചേരുന്നു. ആദ്യം റിയയിലേക്കാണ്. റിയ, ഗുഡ് മോർണിംഗ്. ഇന്ന് സാധാരണ ജനങ്ങൾ വലയുന്ന ദിവസമാണ്. കൊച്ചിയിൽ പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള ജീവനക്കാർ ഒരുപാട് പേർ പണിമുടക്കിലാണോ? വിശദാംശങ്ങൾ എന്താണ്? സമരം ആരംഭിക്കുന്നതേ ഉള്ളൂ. സാധാരണ ഒരു ഓഫീസ് ടൈം ആരംഭിക്കുമ്പോഴേക്കും എത്ര ജീവനക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്, അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് 60ഓളം പേര് ഈ രജിസ്റ്ററിൽ ഒപ്പിട്ട് കക്കനാട് കളക്ട്രേറ്റിലെ ജീവനക്കാരെ ജോലിക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആളുകൾ ഇതിൽ നിന്ന് മാറി നിന്ന് സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റാളുകൾ പണിമുടക്കുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വരണം എന്നൊരാവശ്യം അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ പണിമുടക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഏത് രീതിയിലാണ് ഇപ്പോൾ ഒരു പണിമുടക്ക് മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ കുറച്ചാളുകൾ നമ്മളെ സംബന്ധിച്ച് സംഘടനകളെ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഈ പണിമുടക്കിൽ നമ്മൾ ജീവനക്കാരെ ആരെയും തടയാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒന്നാമത്തെ വിഷയം അതാണ്. രണ്ടാമത്തെ വിഷയം, സ്വാഭാവികമായിട്ട് ഇത് ഏറ്റവും ജീവനക്കാർക്ക് ഏറ്റവും ആവശ്യമുള്ള ന്യായമായിട്ടുള്ള ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ടായത് കാരണം തന്നെ ജീവനക്കാരെല്ലാം ഈ പണിമുടക്കിൽ പങ്കെടുത്ത് സഹകരിക്കുമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. സാധാരണ വരുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് മാറുമോ ഇത്? സാധാരണ രീതിയിൽ നമ്മൾ ഒരു പണിമുടക്ക് നടത്തുമ്പോൾ പിക്കറ്റിംഗ് ഉൾപ്പെടെ നമ്മൾ നടത്താറുണ്ട്. പക്ഷേ ഇത് ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും ന്യായമായിട്ടുള്ള ഡിമാൻഡ് ആയത് കാരണം തന്നെ നമ്മൾ അങ്ങനെ തടയാൻ ഉദ്ദേശിക്കുന്നില്ല. ജീവനക്കാർ സ്വമേധ കയറുന്ന ആളുകൾ കയറിക്കോട്ടെ, പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ ജീവനക്കാരും ഈ പണിമുടക്കിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുമെന്നാണ്. കൊച്ചിയിൽ ഇതാണ് നോക്കാം. പ്രശാന്ത് കൃഷ്ണയുടെ വിവരങ്ങളുമായി. പ്രശാന്ത്, തിരുവനന്തപുരത്തും വളരെയേറെ സ്ഥാപനങ്ങളുണ്ട്, സർക്കാർ സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ്. അധ്യാപകരും ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും പണിമുടക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് പണിമുടക്ക് പൊതുജനങ്ങളെ ബാധിക്കുക? വിശദാംശങ്ങൾ എന്താണ്? മോത്തി 10 മണിക്ക് ശേഷം മാത്രമേ ജീവനക്കാരുടെ സമരത്തിന്റെ ഒരു ആഘാതം എങ്ങനെയെന്നത് അറിയാൻ സാധിക്കൂ. ഏതായാലും അധ്യാപകരും ഈ പണിമുടക്കിന്റെ ഭാഗമാണ്. അതും ഈ ഭരണപക്ഷ സംഘടനയായ CPIയുടെ ജോയിന്റ് കൗൺസിലും കോൺഗ്രസിന്റെ സംഘടനയുമാണ് പണിമുടക്കുന്നത്. പക്ഷേ അധ്യാപന മേഖലയിൽ കൂടുതലും CPMന്റെ സംഘടനയായ KST ആണ് പ്രബലം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടൺ സ്കൂളിന്റെ മുന്നിലാണ്. കോട്ടൺ സ്കൂളിലെല്ലാം കുട്ടികൾ ധാരാളമായി രാവിലെ പോലെ പതിവ് പോലെ തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ സമയം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ സ്കൂളിന്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചില്ല. കാരണം 90% CPMന്റെ സംഘടനയ്ക്കാണ് അവിടെ മേൽക്കൈ. അതുകൊണ്ട് തന്നെ CPMന്റെ സംഘടന പണിമുടക്കിന്റെ ഭാഗവുമല്ല. പ്രധാനമായും ഈ സമരം ബാധിക്കാൻ പോകുന്നത് CPIയുടെ വകുപ്പുകൾ ആണ്. അതായത് ജോയിന്റ് കൗൺസിലിന് പ്രാമുഖ്യമുള്ള റവന്യൂ വകുപ്പിൽ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനം. റവന്യൂ വകുപ്പിൽ വില്ലേജ് ഓഫീസുകൾ പൂർണ്ണമായി തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. കാരണം 90% വരുന്നതും ഈ ജോയിന്റ് കൗൺസിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സംഘടനയും എല്ലാം ആയതുകൊണ്ട് തന്നെ അവിടെ CPMന്റെ സംഘടന ദുർബലവുമാണ്. അപ്പോൾ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഇന്ന് കാര്യമായി തന്നെ ബാധിക്കും. കളക്ട്രേറ്റുകളിലെ പ്രവർത്തനം, പ്രത്യേകിച്ച് കളക്ട്രേറ്റ് റവന്യൂ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, ഡിപ്പാർട്ട്മെന്റുകൾ, അവിടെ വകുപ്പുകൾ, ഓഫീസുകളെല്ലാം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണക്കാർ അവരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട്, അത് റവന്യൂ ആവശ്യങ്ങൾ, ഭൂമിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, ജനനമരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ നിരവധി ആവശ്യങ്ങളുണ്ട്. അപ്പൊ അത്തരം ആവശ്യങ്ങളുമായി വരുന്നവർ കൃഷി ഓഫീസ് തന്നെ ആയിരിക്കും ഈ പ്രശ്നത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്ന. റവന്യൂ വകുപ്പിൽ എത്തുന്ന സാധാരണ ജനങ്ങൾക്കായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക. പ്രശാന്ത് അങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്. നമുക്കിനി ഇംതിയാസിലേക്ക് പോവാം. മലബാർ മേഖലയിലും ഈ സമരം ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ബാധിക്കുമോ എന്നറിയണമല്ലോ. ഇംതിയാസെ, ഗുഡ് മോർണിംഗ്. എല്ലാ സ്ഥലത്തും ജീവനക്കാർ ഒരു വിഭാഗം പണിമുടക്കുന്നു, അധ്യാപകർ പണിമുടക്കുന്നു. 10 മണിയാകുമ്പോഴേക്കും നമുക്ക് കൃത്യമായി അറിയാൻ കഴിയുമെങ്കിൽ കൂടി ഇന്ന് ഏത് തരത്തിലായിരിക്കും ആ മേഖലയെ സമരം ബാധിക്കുക? മോത്തി, വെരി ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ സിവിൽ സ്റ്റേഷന് മുൻപിലാണ്. ഇവിടെ വരുമ്പോൾ തന്നെ 2 സംഘടനകളുടെയും, അതായത് ജോയിന്റ് കൗൺസിലിന്റെയും അതുപോലെ തന്നെ സെറ്റോയുടെയും ഒക്കെ സമര പന്തലുകളൊക്കെ നേരത്തെ തന്നെ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. നിരവധി കസേരകളും നിരത്തി വെച്ചിട്ടുണ്ട്. അതിലെല്ലാം അങ്ങിങ്ങായി ചില ആളുകൾ ഇരിക്കുന്നുമുണ്ട്. ഇപ്പൊ നേരത്തെ റിയയും പ്രശാന്ത് കൃഷ്ണയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 10 മണിക്ക് ശേഷമാണ് എത്രത്തോളം ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തുന്നു, രജിസ്റ്ററിൽ എത്ര പേർ ഒപ്പുവെക്കുന്നു എന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരികയുള്ളൂ.
ഉള്ളൂ. ഇവർ പറയുന്നത് പ്രകാരം ഒരു 10:15 മുതൽ 11:15 വരെ ഇവർക്ക് പഞ്ചിങ് മെഷീനിൽ പഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം, 11:15 11:30 വരെ പഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. അതിനുശേഷവും ആളുകൾ വരികയാണെങ്കിൽ, ജോലി ചെയ്യാൻ താല്പര്യപ്പെട്ട ആളുകൾ വരികയാണെങ്കിൽ അവരെ ഒരു പ്രശ്നവും കൂടാതെ അകത്തേക്ക് പ്രവേശിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഇന്നലെ തന്നെ വ്യക്തമാക്കി. നേരത്തെ തന്നെ അവർക്കുള്ള അവസരവും, നേരത്തെ എത്തുന്നവർക്ക് ജോലിക്ക് പ്രവേശിക്കാനുള്ള എല്ലാവിധ അനുകൂല സാഹചര്യവും ഇവിടെ ഉണ്ടാവണമെന്ന് ഉറപ്പും വരുത്തിയിരുന്നു. ഇപ്പോൾ നമുക്കൊപ്പം ഇവിടെ ഈ ജോയിന്റ് കൗൺസിലിന്റെ പ്രതിനിധികൾ, സമരത്തിലുള്ള പ്രതിനിധികൾ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ സമരം മുന്നോട്ട് പോകുന്നത്? ആളുകളൊക്കെ എത്തി തുടങ്ങിയോ അതോ സമരത്തിൽ തന്നെയാണോ ഭൂരിഭാഗം ആളുകൾ? ഈ ഒരുവിധം എല്ലാ വകുപ്പുകളെയും ജീവനക്കാര് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ പേര് ഇന്ന് ഞങ്ങളുടെ സംഘടനയിൽ പെടാത്ത ആളുകൾ അവധിക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് ലീവിലാണ്. ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടതും അതേപോലത്തെ NPS-കാരായിട്ടുള്ള ജീവനക്കാർ മുഴുവനും പണിമുടക്കിൽ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഈ സമയമാകുമ്പോഴത്തേക്കും ഏതാണ്ട് 80% ആളുകൾ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. എന്നാൽ 20% താഴെയാണ് ഇപ്പോൾ ജീവനക്കാർ ഓഫീസിൽ പ്രവേശിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെ തന്നെ ഉണ്ട്. ഈ സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒട്ടുമിക്ക ജീവനക്കാരും ഈ ഞങ്ങളുടെ മുദ്രാവാക്യത്തോട് ആനുകൂല്യം പ്രകടിപ്പിച്ചുകൊണ്ട് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുകയാണ്. വലിയ തോതിൽ തന്നെ പൊതുജനങ്ങളെ ഇത് ബാധിക്കുമെന്ന് തന്നെ മനസ്സിലാക്കുന്നത്.